ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദിയാബി സീൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഒരു കോട്ട് സെറ്റ് ആയാലോ? നമ്മൾ എപ്പോഴും വന്നിട്ട് കോട്ട് സെറ്റ് കൊണ്ടുവരുമ്പോഴത്തേക്കും കോട്ടൺ ഫാബ്രിക്കിലല്ലേ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് മഴക്കാലമാണ്. ആ ഒരു കാലാവസ്ഥയിൽ ഏത് കാലാവസ്ഥയിൽ വേണമെങ്കിലും വെയർ ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിട്ട് റയോൺ ഫാബ്രിക്കിൽ വരുന്നൊരു കോട്ട് സെറ്റാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രിന്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്, വേറൊരു ഷെയ്ഡ് വരുന്നുണ്ട്. നമ്മൾ വീഡിയോയിലേക്ക് എല്ലാം പോകുന്നതിനെല്ലാം മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഇനി ഞാൻ അങ്ങോട്ടിരുന്ന കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന എല്ലാം വന്നിട്ട് ബഡ്ജറ്റ് റേറ്റിലാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ടൈം അറിയാമല്ലോ, നമ്മൾ സ്കൂളൊക്കെ തുറന്നിട്ട് നമ്മളെല്ലാവരും പേഴ്സണലി എനിക്കായിരുന്നാലും എത്ര ക്യാഷ് ഉള്ളവരായാലും കുറച്ച് ടൈറ്റ് ആവാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു ബഡ്ജറ്റ് റേറ്റിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമുക്ക് കളക്ഷൻ കണ്ടിട്ട് വന്നാലോ? ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ലൊരു റയോൺ ആണ് കേട്ടോ. റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കൺസെപ്റ്റ് ഉണ്ട്. കുറച്ച് നമുക്ക് ഇടുമ്പോഴത്തേക്ക് ബൾക്കി ആയി തോന്നുന്ന ടൈപ്പിലുള്ള പല ടൈപ്പിലുള്ള റയോൺ, കോട്ടണിലായാലും ജോർജറ്റിലായാലും റയോണിലായാലും ഡിഫറെൻറ്റ് ടൈപ്പിൽ വരാറുണ്ട്. ഇത് പക്ഷേ റയോൺ ആണെങ്കിൽ തന്നെയും നമുക്ക് അങ്ങനെ റയോൺ ആണെന്ന് ഫീൽ ചെയ്യത്തില്ല. ഒരു കോട്ടൺ ഫാബ്രിക് പോലെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു നല്ല ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റയോൺ ഫാബ്രിക്കിൽ വരുന്ന കോട്ട് സെറ്റാണ്. അതും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് റേറ്റിലാണ്. ഇതിൻ്റെ പ്രൈസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഷോക്കിംഗ് ആവും. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ആണ് വരുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ ക്ലോസ് വ്യൂ കാണിക്കാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് എത്രത്തോളം ഭംഗിയുണ്ട് എന്ന് മനസ്സിലാകത്തുള്ളൂ. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഒരു രക്ഷയുമില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്കിപ്പോൾ ഒരുപാട് ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് കോട്ട് സെറ്റ്. കാരണം നമുക്ക് ഏത് ഒക്കേഷനിൽ വേണമെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്തിട്ട് പോകാൻ പറ്റിയ നമ്മൾ ഒരുപാട് ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം ഒരുപാട് മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്, പാറ്റേൺ ആണ് ഈ ഒരു പ്രിന്റ് വരുന്നത്. സെയിം ഷെയ്ഡിലും എല്ലാം സെയിം ആയിട്ട് വരുന്നതും ഇത് കണ്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡാണ്. അതിൽ വന്നിട്ട് നല്ല ഒരു വൈറ്റ് ഇങ്ങനെ പ്രിന്റാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ഹാർട്ട് നെക്കാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് വേറെ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് വന്നിട്ട് എൽ സൈസ് ആണ്. പക്ഷേ ഇതിൻ്റെ പാൻറ്റാണ് ഏറ്റവും എനിക്കിഷ്ടമായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ട് സെറ്റിൽ വന്നിട്ട് നോർമലി വന്നിട്ട് കുറച്ച് ലെങ്ത് കുറയാറുണ്ട്. ഇതിൽ പക്ഷെ നല്ല ലെങ്ത് വരുന്നുണ്ട്. ആക്ച്വലി എനിക്ക് കുറച്ച് വീസിങ് ഉണ്ട്, കോൾഡിൻ്റെ ആ ഒരു ഇഷ്യൂ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് വീസിങ് പോലെ തോന്നുന്നത്. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ബാക്ക് ഏരിയയിൽ വന്നിട്ട് എലാസ്റ്റിക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഏരിയയിൽ വന്നിട്ട് പട്ട പോലെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്യാനുള്ള ഡോറിയൊന്നും കൊടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. അത്യാവശ്യം നല്ല ലൂസാണ് കേട്ടോ പാൻറ്റ്, നല്ല ലൂസാണ്. ഒരു പല്ലാസ അത്രയും, അതിൻ്റെ ചെറിയൊരു പല്ലാസ മോഡൽ പോലെ വരുന്നുണ്ട്. റയോൺ ഇതിൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. റയോൺ ആയതുകൊണ്ട് തന്നെയും നമുക്ക് എന്താ പറയുക, നല്ല ഒരു കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത് പാൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 39 ആണ് വരുന്നത്. ടോപ്പിൻ്റെ ലെങ്ത് 47 ആണ് വരുന്നത്. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇത് വേറെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ പാൻറ്റിൽ പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ കണ്ടത് വന്നിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡാണെങ്കിൽ നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു വൈൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഷെയ്ഡാണ്, രണ്ടും നല്ല ഷെയ്ഡാണ്. ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ആ പ്രിന്റ് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇത് കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ പ്രിന്റ് ഈ ഒരു ഡാർക്ക് ഷെയ്ഡാണ്, രണ്ടും ഡാർക്ക് ഷെയ്ഡാണ്. ഒന്ന് ബ്ലാക്ക് ആണെങ്കിൽ ഒന്ന് വന്നിട്ട് നല്ലൊരു വൈൻ ഷെയ്ഡാണ്. അതിൽ വന്നിട്ട് ഈ വൈറ്റ് പ്രിന്റ് കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് വന്നിട്ട് ഏറ്റവും എൻഡിലായിട്ട് കൊടുത്തേക്കാം. ഇതിൻ്റെ പാൻറ്റും കൂടെ കാണിക്കാം. പാൻറ്റും സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസും വരുന്നില്ല. ഇതുണ്ടോ, ജസ്റ്റ് നമുക്ക് എനിക്ക് നോർമലി വന്നിട്ട് ഇങ്ങനെ ഡോറി ഉള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലർക്ക് ഡോറി ഉള്ളതായിരിക്കും ഇഷ്ടം.
ഇപ്പോൾ ഡോറി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വേറെ ചെയ്തിട്ട് പോകാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പം ഞാൻ ഫോട്ടോസ് കൊടുത്തേക്കാം. അപ്പം നമ്മൾ ഇന്ന് കണ്ട ഈ രണ്ട് കോഡ് സെറ്റിൻ്റെയും രണ്ടിൻ്റെയും വന്നിട്ട് സൈസ് വന്നിട്ട് L to 3XL ആണ് വരുന്നത്. പ്രൈസ് 749 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. 749 ഒക്കെ ഒരു അഫോർഡബിൾ അല്ലേ? അപ്പോൾ ഓർഡേഴ്സ് എല്ലാം നമ്മൾ വന്നിട്ട് വാട്സപ്പ് ത്രൂ ആണ് എടുക്കുന്നത്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും എവിടെയെങ്കിലും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾക്ക് ഇന്ന് കണ്ട കോഡ് സെറ്റിൻ്റെ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് മെൻഷൻ ചെയ്ത് വേഗം വാട്സപ്പ് ചെയ്തോളൂ. ലിമിറ്റഡ് സ്റ്റോക്കാണ്. നമ്മളിപ്പോൾ 2 പ്രിൻറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. എന്നാലും നമുക്കിപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വലിയ സൈസ് എല്ലാം സോൾഡ് ഔട്ട് ആയി പോകും. അപ്പം നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്കത് ഇൻഫോം ചെയ്യുക. അപ്പം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിറ്റിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എടുത്തു കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു എലഗൻ കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി ഹർഷ്.